ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഇക്കാക്ക് ലീവുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ വാപ്പിയും മോനോട് പോയി ബീഫും ചീനിയൊക്കെ മേടിച്ചിട്ട് വന്ന് ചീനി ഇക്ക എനിക്ക് വൃത്തിയാക്കി റെഡിയാക്കി തന്നു. ആ സമയം കൊണ്ട് ഞാൻ കറിയൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ അടുക്കളപ്പണി എല്ലാം കഴിഞ്ഞ ശേഷം ഞാനും മോനും ഇക്കായും കൂടെ അംഗൻവാടിയിലോട്ട് പോയി. എന്നെ കുറേ ദിവസം കൊണ്ട് അംഗൻവാടിയിൽ നിന്ന് വിളിക്കും. അപ്പോൾ ഞങ്ങൾ 3 പേരും ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. ഇച്ചു ആദ്യമേ കയറി ഫ്രണ്ട് സീറ്റിലങ്ങ് ഇരുന്ന്. അപ്പോൾ അച്ഛന് ഇന്ന് അമൃതം പൊടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, തോനെയുണ്ടായിരുന്നു കേട്ടോ. അമൃതം പൊടിയൊക്കെ കിട്ടി അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്നപ്പോൾ ഇച്ചു നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഫുഡ് കൊടുത്ത് അവനെ ഉറക്കി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിക്കാമായിരുന്നത്. അവന് കഴിക്കാൻ കൊടുത്ത വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വൈകിട്ട് ഞങ്ങൾ 3 ടൗണിലോട്ട് പോകാൻ ഇറങ്ങി. ഇച്ചുവിന് ഉറക്കം അങ്ങോട്ട് ശരിയായില്ല കേട്ടോ. ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങുന്ന സമയമായപ്പോഴത്തേനും അവൻ സൗണ്ടൊക്കെ കേട്ടിട്ട് അങ്ങ് എഴുന്നേറ്റ്. ഞങ്ങൾക്ക് ഭീമയിൽ വരെ പോകണമായിരുന്നു. ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ മോനൊരു റിങ് മേടിക്കാണ്ട്, അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ കയറി റിങ്ങൊക്കെ എടുത്ത് പിന്നെ ഞങ്ങളൊരു ചായയും വടയും കഴിക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു, നല്ലായിരുന്നു. ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചായയും വടയും പോയി കഴിച്ച് അവിടെ ഇരുന്നപ്പോഴൊക്കെ ഇച്ചു അങ്ങ് ഉറക്കം കോട്ട് വിടുക. ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു അവന്. പിന്നെ സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ച JSK കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് 6:30 ഷോ. അപ്പം ഇനി സമയമുണ്ട്. ഞങ്ങൾ തൂക്കാലത്തിൽ കയറാമെന്ന് വെച്ചാൽ ഒരു കപ്പൽ ടിക്കറ്റ് മേടിച്ച് ഞാനും ഇച്ചും കൂടെ തൂക്കാലത്തിൽ കയറി. ഇക്ക വന്നില്ല. അപ്പം ഞങ്ങൾ സിനിമ കാണാൻ ഈ കയറി ഇരിപ്പയ്ക്കുള്ളൂ. സിനിമ തുടങ്ങുമ്പോഴത്തേനും അവൻ ഉറങ്ങും. ഉണർന്നിരുന്നാൽ പിന്നെ കാണാനും സമ്മതിക്കത്തില്ല. നമുക്ക് സിനിമ തുടങ്ങി ഇന്റർവെൽ ആയപ്പോഴത്തേനും ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി. പിന്നെ ആ അകത്തേക്ക് കയറത്തില്ലാണ്ട് വിളിച്ചിട്ടും വരത്തില്ല. നോനോന്നും പറഞ്ഞ് ഒറ്റ ഇരിപ്പായിരുന്നു. പിന്നെ ഇക്ക വണ്ടിയുടെ കാറിന്റെ താക്കോൽ തരാമെന്നും പറഞ്ഞ് അവനെ വിളിച്ച് താഴെ ഇറക്കി. പകുതി വരെ എന്നിട്ട് കൊടുത്തില്ല. അതിന്റെ ഈ കരച്ചിലൊക്കെ കാണുന്നത്. പിന്നെ എങ്ങനെയൊക്കെയോ കയറ്റിയിരുത്തി കണ്ട്, ഇന്റർവെല് കഴിഞ്ഞ് കയറ്റിയിരുത്തി കണ്ട് സിനിമ എങ്ങനെയൊക്കെയോ കണ്ട് ഇറങ്ങി. സമ്മതിച്ചില്ലായിരുന്നു നല്ല ഇരിക്കാനായിട്ട്.